ഹലോ എവ്രി വൺ, ഇന്ന് നമുക്ക് നമ്മുടെ വീടൊന്ന് കണ്ടാലോ? ഇതൊരു ഹോം ടൂർ എന്നൊന്നും പറയാൻ മാത്രം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഹോം ടൂർ എന്നൊന്നും പറയാത്തത്. എന്തായാലും എൻ്റെ ചെറുതിലെയുള്ള ഒരുപാട് ഇമോഷൻസ്, സങ്കടവും സന്തോഷവും ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളും സമ്മാനിച്ചിട്ടുള്ളൊരു വീടാണിത്. ഞങ്ങൾ ഈ ഒരു വീട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ LKG പഠിക്കുന്ന സമയത്താണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിവിടെ റെൻറ്റിനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. മുത്തശ്ശനും അമ്മമ്മയും വല്യമ്മയും വല്യച്ഛനും എൻ്റെ എന്താ പറയുക അമ്മയുടെ 2 അനിയന്മാർ, ഇവർ 5 മക്കളാട്ടോ. എൻ്റെ അമ്മമ്മയ്ക്ക് 5 മക്കളാണ്. അതിൽ മൂന്നാമത്തതാണ് എൻ്റെ അമ്മ. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഫ്ലോറിംഗ് ഒക്കെ റെഡ് ഓക്സൈഡ് ആയിരുന്നു. പണ്ടത്തെ എല്ലാവരുടെയും സാധാരണക്കാരുടെ വീടും അങ്ങനെ ആയിരിക്കുമല്ലോ. ഫുള്ള് റെഡ് ഓക്സൈഡൊക്കെ ആയിരുന്നു കേട്ടോ ഫ്ലോറിങ്ങും കാര്യങ്ങളും. താഴെ അതെ മുകളിലും അതെ. പിന്നെ അത് കഴിഞ്ഞ് 2009 10 എന്ന് എനിക്ക് ഓർമ്മയില്ല, കുറച്ചൊക്കെ മെയിൻ്റനൻസ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മൂത്ത മാമൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത്. പിന്നെയും കുറേ കൂടെ മെയിൻ്റനൻസ് വർക്ക് ചെയ്തത് എനിക്ക് തോന്നുന്നു 2012 രണ്ടാമത്തെ മാമൻ്റെ കല്യാണത്തിന്. ആ ഒരു സമയത്താണ് നമ്മൾ താഴെ ഫുള്ള് ടൈൽസ് ഇട്ടു. പിന്നെ മുകളിൽ 3 റൂമായിരുന്നു. അപ്പോൾ ഒരു വരാന്ത ഉണ്ടായിരുന്നു. ആ വരാന്ത നമ്മൾ എക്സ്ട്രാ ഒരു റൂമായിട്ട് എടുത്തിട്ട് അത് ടൈൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് എൻ്റെ റൂം. കാണിച്ചു തരാം കേട്ടോ. ഇതാണ് മുകളിലത്തെ നമ്മുടെ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു റൂം എന്ന് പറയുന്നത്. ഇതൊരു റൂമായിട്ട് പറയാനില്ല, ഒരു ഹോള് പോലെ, മുകളിലത്തെ ഒരു ഹോള് പോലെ. അവിടെ വിൻഡോയിലൂടെ നോക്കിയാൽ കാണുന്നത് കണ്ടോ, നല്ല ഭംഗിയുള്ള കാഴ്ചയല്ലേ. എനിക്ക് ഈ ഒരു കുളം കാണുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഏട്ടനെ കുറിച്ചിട്ടായിരിക്കും എനിക്ക് ആദ്യം ഓർമ്മ വരിക. പറയുമ്പോൾ ഒരുപാട് സങ്കടം വരും അതൊക്കെ ആലോചിക്കുമ്പോൾ. പിന്നെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് റൂമിൽ നിന്ന് നോക്കിയാലും ഈ ഒരു അമ്പലവും അമ്പലപ്പറമ്പും പിന്നെ നിങ്ങൾ കണ്ട ആ കുളവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. പണ്ടൊക്കെ എല്ലാവരും എന്താ പറയുക ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ എല്ലാവരും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പലരും പല സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് ഒരു ശൂന്യതയാണ് മൊത്തത്തിൽ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ വരാന്ത റൂമായിട്ട് എടുത്തത് കേട്ടോ. ഇവിടെ മാത്രമേ ടൈൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ഇതാണ് ഞാൻ കൈയടക്കിയ എൻ്റെ ഈ വീട്ടിലെ റൂമെന്ന് പറയുന്നത്. എൻ്റെയും ഏട്ടൻ്റെ ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും കാര്യമായിട്ടില്ല. പിന്നെ ഈ വീട്ടിലെ എല്ലാ റൂമിലും ഇങ്ങനത്തെ ഒരു ഷോക്കേസാണ് കേട്ടോ ഉള്ളത്. പിന്നെ മുകളിൽ ഒരു ടെറസാണ്, മുകളിൽ ടെറസാണ്. അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 5 വർഷമൊക്കെ ആയിട്ടുള്ളൂ കംപ്ലീറ്റ് എന്താ പറയുക നമ്മുടെ റൂഫ് ചെയ്തിട്ട്. റൂഫെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഷീറ്റ് ഇട്ടത് കേട്ടോ. അതൊക്കെ ചെയ്തിട്ട് അത്രേ ആയിട്ടുള്ളൂ. അതിന് മുമ്പ് വരെയും ഓപ്പണായിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇതാണ് അമ്മ കിടക്കുന്ന റൂം. അനിയത്തിയും ഇവിടെ തന്നെയായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞ പോലെ ഭയങ്കര ഓവറായിട്ട് ഹോം ടൂർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യരുത് കേട്ടോ. ഇതാട്ടോ ഞാൻ പറഞ്ഞ ഫ്ലോറിങ്. മുകളിൽ 3 റൂമിൽ ഇങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. താഴെ ഇങ്ങനെ ആയിരുന്നില്ല. താഴെ ഫുള്ള് റെഡ് ഓക്സൈഡ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മാറ്റി താഴെ ഫുള്ള് നമ്മൾ ടൈൽസൊക്കെ ഇട്ടു. പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണ് നമ്മൾ അടുക്കളയിൽ കബേർഡിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതിന് മുമ്പ് വരെയും കബേർഡൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ കുറേ മാറ്റങ്ങൾ, കുറേ മാറ്റങ്ങളൊന്നും പറയാൻ പറ്റില്ല, ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. നമ്മളിപ്പോൾ തൽക്കാലം വീട് ഒന്നും എന്താ പറയുക വേറെ മാറ്റങ്ങളൊന്നും വരുത്തണ്ട എന്നുള്ള ഒരു ഇതിലാണ് നമ്മളുള്ളത് കേട്ടോ. പണ്ടത്തെ ഏത് വീട്ടിൽ പോയാലും ഇതുപോലൊരു അലമാര നമുക്ക് കാണാമല്ലേ. അപ്പോൾ ഇതൊരു എന്താ പറയുക നമ്മുടെ ഒരു ട്രഷർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതുപോലുള്ളൊരു അലമാര ഫുള്ള് കൺമഷിയും ചാന്തും എല്ലാം അതിലുണ്ട്. പിന്നെ നമ്മൾ സ്റ്റെയർ കയറി മുകളിൽ വന്നാൽ ഇങ്ങനെയാട്ടോ ഉള്ളത്. ഈ ഒരു പറമ്പിലെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കുളമുണ്ട്. ഒന്ന് അതും പിന്നെ ആദ്യം കണ്ടത് കേട്ടോ. പിന്നെ ഇവിടെ കാണുന്നത് ഒരു കാവാണ്. ഇവിടെ വർഷത്തിലൊരിക്കൽ മാത്രമേ അവിടെ പൂജ ചെയ്യാറുള്ളൂ. ഡെയിലി പൂജ ഇല്ല അവിടെ. ഈ താഴെ കാണുന്നതും ഗണപതിയും നാഗദൈവങ്ങളും പ്രതിഷ്ഠയാണ് അവിടെ. അതായത് നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ തൊട്ടപ്പുറത്ത് മതിലെന്ന് പറയുന്ന ആ ഒരു അമ്പലമാണ് ഇത്. നമ്മുടെ മുമ്പിൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ, അവിടെ അയ്യപ്പനാണ് പ്രതിഷ്ഠ. ബ്രാഹ്മിൻസിൻ്റെ അമ്പലമാണ് കേട്ടോ. ഒരു 10ാം ക്ലാസ്സൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്ഥിരം ഇവിടെ ഈ ഒരു ടെറസിൽ വന്നിരുന്ന കേട്ടോ പഠിക്കുക. അന്നൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. നമുക്ക് അത്രയും പോസിറ്റീവ് ആയിട്ടുള്ളൊരു വൈബായിരിക്കും. ഇപ്പോൾ കുറേ മാറി, ഈ കാലം മാറുമ്പോൾ കോലം മാറും എന്ന് പറയുന്ന പോലെ ആയി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു വീട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.